ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസമായില്ലേ നമ്മൾ വീഡിയോ ചെയ്തിട്ട്. 4 ദിവസം കഴിഞ്ഞു കേട്ടോ, 5 ദിവസമൊക്കെയായി നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ കുറേ കൂട്ടുകാർ മെസ്സേജ് അയച്ചിനി എന്താ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ നല്ലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. എന്തൊക്കെയായിട്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാഞ്ഞത് എനിക്ക് അസുഖമായിട്ടൊന്നുമല്ല. ചില കൂട്ടുകാരൊക്കെ ചോദിച്ചിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിന്. അതൊന്നുമല്ല കേട്ടോ. നമുക്കിപ്പോൾ ഒരു ജോബ് ഉണ്ടല്ലോ, ആ ഒരു ജോബിൻ്റെ പറ്റിയിട്ടുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹോം ഷോപ്പിൻ്റെ ബില്ല് ക്ലോസിംഗ് ആണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിരക്കാണെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ട് നല്ല അടിപൊളിയൊരു അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതവിടെ ഏകദേശം ഒരു 1.25 കപ്പ് റവ ഉണ്ടാവും. അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം വറുത്തെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഈ ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. റവൻ്റെ ആ ഒരു പച്ചച്ചൊവ മാറാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ലോണം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഗോൾഡൻ കളറാണ് വരെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. റവ നല്ല ചൂടുള്ള സമയത്ത് മൈദ ചേർത്ത് കൊടുക്കരുത്, ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ മൈദ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഒരു 1/2 കപ്പ് മൈദ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളുണ്ടാവുമല്ലോ, അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ റവയും മൈദ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം, റവ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടോ. റവ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊന്നും ഞാൻ പറയണില്ല കേട്ടോ, അതൊക്കെ നമുക്കറിയാലോ. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് മിക്സ് ആക്കുമ്പോൾ നമുക്കറിയാം അത് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ റവ ഒന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസും തന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കേട്ടോ. നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് അതൊക്കെ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയൊരു കഷ്ണം സവാള അങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തു. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കഷ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര വെജിറ്റബിൾസ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് അതേപോലെ തന്നെ ബീൻസ് എന്തൊക്കെയാണോ ഇഷ്ടമുള്ളത് അതൊക്കെ എടുക്കുക. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ മാവൊന്ന് നോക്കിയപ്പം റവയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് ലാസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാരണം സവാളയിലും തക്കാളിയിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഇപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേശ്ശെ ചേർത്തിട്ട്, കുറച്ച് കട്ടിയുള്ള മാവ് തന്നെ കേട്ടോ നമുക്ക് വേണ്ടത്, നല്ല ലൂസായിട്ടുള്ള മാവല്ല വേണ്ടത്. നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയ മാവ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് വിധത്തിലുള്ള സ്നാക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് റവ കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കുക, അതേപോലെ തന്നെ ഇഡ്ഡലി ചുട്ടെടുക്കുക. പിന്നെ നമ്മൾ പൊക്കവട ഉണ്ടാക്കൂലേ, അതുപോലെ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് മാവ് കോരി ഒഴിച്ച് കൊടുത്താൽ പൊക്കവട രൂപത്തിൽ അങ്ങനെ കിട്ടും. ഇഡ്ഡലി തട്ടിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ ആവി കയറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇഡ്ഡലി ആയിട്ടും കിട്ടും കേട്ടോ. കുറച്ച് അപ്പസോഡയും കൂടെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്തായാലും മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പമാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അങ്ങനെ ഞാൻ മാവൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം അടുപ്പ് കത്തിക്കാൻ വന്നതാണ്. അപ്പോൾ അടുപ്പിൽ നിറയെ വെണ്ണീറുണ്ട്, അപ്പോൾ വെണ്ണീറൊക്കെ ഒന്ന് കോരിയെടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ നമ്മൾ ഡെയിലി അടുപ്പ് കത്തിച്ചിനി, ഇപ്പം അങ്ങനെ അടുപ്പ് വല്ലാതെ കത്തിക്കലില്ല കേട്ടോ, കുറവാണ്. അപ്പോൾ ഇതാണ് എന്തെങ്കിലും ധൃതി ഉണ്ടാവും, അപ്പോൾ നേരത്തെ ചോറും കൂട്ടാനൊക്കെ ആവേണ്ടി വരും. അപ്പോൾ പിന്നെ കറണ്ട് അടുപ്പും മൂലം ഗ്യാസ് മൂലമൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ അടുപ്പത്തെ വെണ്ണീറൊക്കെ കോരി വെച്ചിട്ടുണ്ട്. ഇനി അത് തെങ്ങിൻ്റെ മുരട്ടിക്ക് കൊണ്ടുപോയിടാം കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിറകൊക്കെ രാത്രി തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് രാവിലെ കത്തിക്കാനുള്ളതൊക്കെ.
അങ്ങനെ വിറകൊക്കെ നമ്മൾ വൈകുന്നേരം തന്നെ എടുത്തു വെക്കണ അന്ന് രാവിലെ അടുപ്പ് കത്തിക്കാൻ മടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നേരെ മറിച്ച് വിറകൊന്നും എടുത്തു വെക്കാത്ത ദിവസങ്ങളുണ്ടാവും ചില ദിവസങ്ങളിൽ. അങ്ങനത്തെ ദിവസങ്ങളിൽ അടുപ്പ് കത്തിക്കാൻ മടിയേക്കാരം, അടുപ്പ് കത്തി കിട്ടൂല. നേരെ മറിച്ച് ഇതേപോലെ ചെറിയ ചുള്ളി വിറകൊക്കെ നമ്മൾ രാവിലെ അടുപ്പ് കത്തി കിട്ടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുഴപ്പമൊന്നും വരില്ല കേട്ടോ. വേഗം അടുപ്പ് കത്തി കിട്ടും ചെയ്യും. അപ്പോൾ അടുപ്പ് കത്തിക്കാനും മടി ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് നമ്മൾ അപ്പച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേന്. ചട്ടിയിൽ ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ട് പിന്നെ രണ്ട് തവി മാവായി ഒഴിച്ച് കൊടുത്തൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്കും കുറച്ച് എണ്ണ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും കേട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മുകൾ വശമൊക്കെ കണ്ടില്ലേ, നല്ല ഉഷാറായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എണ്ണയിലിട്ടൊന്ന് ഇങ്ങനെ മൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. പിന്നെ നമ്മൾ കറിയൊന്നും ഉണ്ടാക്കണില്ലല്ലോ, അപ്പോൾ ഒന്ന് മൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാത്തതുകൊണ്ട് രാവിലത്തെ കുക്കിങ്ങൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാവും, ലഞ്ചിനുള്ളതും റെഡിയാവും. വീഡിയോ എടുക്കുമ്പോൾ പിന്നെ നമ്മൾ ട്രൈപോഡ് അങ്ങോട്ട് വെച്ചിട്ടും ഇങ്ങോട്ട് വെച്ചിട്ടും നേരത്തെ സമയം പോണതേ അറിയൂല. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഒരു കല്യാണം ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ സ്റ്റോക്ക് റൂമിലേക്ക് സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടേക്കും വേണം പോവുക. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ, അതൊക്കെ ചെയ്യണം. അങ്ങനെ ആകെ മൊത്തം ബിസിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തത്. ഇപ്പോൾ ഞാനിപ്പോൾ അടുത്തൊന്നും ഇതുപോലെ വീഡിയോ ഇടാതെ നിന്നിട്ടില്ല. എന്നും ഡെയിലി നമ്മൾ ഷോർട്സ് ഇടും, അതേപോലെ തന്നെ വീഡിയോയും ചെയ്യലുണ്ട്. എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ വീഡിയോ ചെയ്യാതെ നിൽക്കലുള്ളൂ. അപ്പോൾ നമ്മൾ റവ വെച്ചിട്ടുള്ള അപ്പം ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ചുട്ടെടുത്തു. ഇത് രണ്ടാമത്തെ അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുത്തിട്ട് കാണിക്കാം. അങ്ങനെ ഇതാ അപ്പമൊക്കെ ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അതൊന്ന് കാണിച്ചു തരാം, സോഫ്റ്റ് ആയിട്ടുള്ളതാണോ അതേപോലെ ഹാർഡ് ആയിട്ടുള്ളതാണോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. റവ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് നമ്മളെ ഇഡ്ഡലി തട്ടിൽ അങ്ങനെ ചുട്ടെടുത്താലും മതി കേട്ടോ. ഇഡ്ഡലി ആക്കിയിട്ട് ആവി കയറ്റി വേവിച്ചെടുത്താലും മതി. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല, ഇതുപോലെ ചായൻ്റെ കൂടെ അങ്ങനെ മുറിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടി. അങ്ങനെ ചായ കുടിച്ച് മുഴുവനായില്ല, അപ്പോൾ തന്നെ നമുക്ക് കോള് വന്ന് നമ്മളെ സ്റ്റോക്ക് റൂമിലേക്ക് സാധനങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ വേഗം അങ്ങോട്ട് പോന്നു. ഇത് കറിക്കൂട്ടിൻ്റെ സാമ്പാർ മിക്സാണ് കേട്ടോ. ഇതൊക്കെ ഇന്നലെ വന്നതാണ്. നല്ല അടിപൊളി സാമ്പാർ പൗഡറാണ് കേട്ടോ ഇതൊക്കെ. നമ്മളെ വീട്ടിൽ സാമ്പാർ വെച്ചാൽ അടുത്ത വീടുകളിലും കൂടെ സ്മെല്ലെത്തും കേട്ടോ. അത്രത്തോളം നല്ല ഫ്ലേവറും നല്ല സ്മെല്ലൊക്കെ അല്ല, നല്ല അടിപൊളി സാമ്പാർ പൗഡറാണ്. ഇവർ തന്നെയാണ് കേട്ടോ ചിക്കൻ മസാലയും നമ്മൾ ഓർഡർ ചെയ്യൽ. അതാ ചിക്കൻ മസാലയും ഉണ്ട്, അതേപോലെ തന്നെ കുറുമ ഉണ്ട്. കുറുമ ഇതിൻ്റെ താഴെയാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ എപ്പോഴോ കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇനി ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കണ്ട് കേട്ടോ. ഇവർ ചിക്കൻ മസാല ആണെങ്കിലും സാമ്പാർ പൗഡർ ആണെങ്കിലുമൊക്കെ കോക്കനട്ട് റോസ്റ്റ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് അത്ര സ്മെല്ലും അത്ര ഫ്ലേവറും ഒക്കെ കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവരെ പ്രൊഡക്റ്റ് തന്നെയാണ് കായം, അതുപോലെ തന്നെ വെന്ത വെളിച്ചെണ്ണ, അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കാണിക്കണില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇപ്രാവശ്യം പുതിയതായിട്ട് വന്ന പ്രൊഡക്റ്റാണിത്, സാനിറ്ററി പാഡ്. ഇത് നല്ലതാണ് കേട്ടോ. ഒക്കെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളായതുകൊണ്ട് എന്താ പറയുക, നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. കെമിക്കലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഒക്കെ. പിന്നെ ഇപ്രാവശ്യം നമുക്ക് പുതുതായിട്ട് വന്നൊരു പ്രൊഡക്റ്റാണ് ആൻഡ് ഔട്ട് എന്നാട്ടോ ഇതിന് പറയാം. ഇത് ഉറുമ്പ് ശല്യം ഉള്ളിടത്തും അതേപോലെ തന്നെ ചതിലി ശല്യമൊക്കെ ഉള്ള സ്ഥലത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 6 മാസത്തിന് അങ്ങോട്ട് ഉറുമ്പും വരില്ല, അതേപോലെ തന്നെ ചെതലും വരില്ല എന്നാട്ടോ പറയണത്. പിന്നെ നമ്മൾ ഉറുമ്പൊക്കെ വരുന്നതിന് കൂറച്ചോക്കൊക്കെ വരക്കുമല്ലോ, അതിലേറെ എത്രയോ നല്ലതാട്ടോ ഇത്. ചെറിയ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂറച്ചോക്കൊക്കെ അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളെ വായിലായി കഴിഞ്ഞാൽ എന്തെങ്കിലും എന്താ പറയുക വിഷമാണ്, വയറ്റിലായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. നമ്മളെ ഐഫക്കുട്ടി തന്നെ ചെറുപ്പത്തിൽ അങ്ങനെ കഴിച്ചിനി കേട്ടോ. അപ്പോൾ അതൊരു അനുഭവമാണ് എനിക്ക്, അതുകൊണ്ട് പറഞ്ഞതാട്ടോ ഞാൻ. അപ്പോൾ ഈ ആൻഡ് ഔട്ടിൽ അങ്ങനെ കെമിക്കലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് 100% വിശ്വസിച്ച് വാങ്ങിക്കാം. പിന്നെ ഇതൊക്കെ മെഡിക്ലീൻ, ഡിഷ് വാഷ്, ജെല്ലി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. പിന്നെ ഇത് ഇന്ന് വന്നതാണ് കേട്ടോ, റാഗി സേമിയ, ക്യാരറ്റ് സേമിയ, ടീ സെൻസ്, നമ്മൾ ഫ്ലോർ തുടക്കണതാണ് കേട്ടോ. നല്ലതാണ് ഇതൊക്കെ. അങ്ങനെ സാധനങ്ങളൊക്കെ വന്ന് അതൊക്കെ ഇറക്കി വെച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും വീട്ടിൽ തന്നെ പോയി. പിന്നെ നമ്മളെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ആ കല്യാണ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്.
കല്യാണം നമ്മളെ ഇവിടുത്തെ ഉമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ. ഉമ്മാൻ്റെ ആങ്ങളൻ്റെ മോളെ കുട്ടീൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പോന്നിട്ടുണ്ട്. ഉമ്മയും നാത്തൂനൊക്കെ രാവിലെ പോന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങളൊക്കെ ഒപ്പാണ് കേട്ടോ എത്തിയത്. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഹോളിലൊക്കെ വന്ന് അപ്പം സ്റ്റേജ് മേലെ അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അതിൽ നടന്നു, എല്ലാവരെയും കണ്ടു. അങ്ങനെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയൊക്കെ ചെയ്യുക. അങ്ങനെ കണ്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ഫുഡൊക്കെ വിളമ്പിയിട്ടുണ്ടായിനും. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ വന്നിരുന്നു. ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മന്തി കഴിച്ചു ആദ്യം, പിന്നെ ബീഫ് ബിരിയാണി ഉണ്ടായിന്, കുറച്ച് ബീഫ് ബിരിയാണിയും കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡായിന്. പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇവിടെ കാര്യം കാണാതെ അങ്ങനെ എടുക്കുമല്ലോ, അങ്ങനെ ചെറുതായിട്ട് എടുക്കുന്നതാണ് കേട്ടോ വീഡിയോ. ചില ആൾക്കാർക്ക് വീഡിയോയിൽ വരുന്നത് നല്ല ഇഷ്ടമാവും, ചില ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ട് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ലേന്നൊന്നും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഐസ്ക്രീമൊക്കെ ഉണ്ടായിന് അവിടെ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഐസ്ക്രീം കണ്ടാൽ കഴിക്കുകയും ചെയ്യും. കഫക്കെട്ടൊന്നും ശരിക്കും മാറിയിട്ടില്ല കേട്ടോ. പിന്നെ അത് അമ്മയും ഇപ്പി അനിയത്തിക്കുട്ടി നാത്തൂനും ഇളച്ചനും എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ അതാ കല്യാണ ചെക്കനും വന്നിട്ടുണ്ട്. കല്യാണ ചെക്കനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കല്യാണ പെണ്ണിൻ്റെ അനിയന്മാരാണ് രണ്ടാളും, അതേപോലെ ഒരു അനിയത്തിയുണ്ട്. ഉമ്മിപ്പിയും മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെക്കൻ സ്റ്റേജിലേക്കൊക്കെ കയറി. പിന്നെ അതാ പെണ്ണിൻ്റെ ഉമ്മിപ്പിയും സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം ഓരോ ഫോട്ടോഷൂട്ടൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് പോരുക കേട്ടോ ചെയ്തത്. കല്യാണം മുക്കട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ നടക്കുന്നത്. അങ്ങനെ ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് ഒരു ഫ്രൂട്ട്സ് കട. അപ്പോൾ നമ്മൾ അവിടുന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഫ്രൂട്ട്സ് കടയൊക്കെ നേരെ വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ലൈഫ് കുട്ടി പറഞ്ഞ് നമുക്ക് ബത്തൊക്കെ വാങ്ങല്ലേ മെച്ചിയെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ബത്തക്കയും ഓറഞ്ചൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ കരലായിക്കുള്ള ബസ്സൊക്കെ കയറി. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോരാ കേട്ടോ ഞാനും മക്കളും. ഇപ്പോൾ വെയിലൊന്നും ഇല്ല, എന്നാലും നല്ല ദാഹം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ കയ്യിൽ. അപ്പോൾ നമുക്ക് ബത്തൊക്കെ വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. വീട്ടിലെത്തിയപ്പം ഭയങ്കര ദാഹമുണ്ട്, ബിരിയാണിയും മന്തിയൊക്കെ കഴിച്ചതുകൊണ്ടാവും. ഇപ്പോൾ സമയം 2 മണിയാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഇടുന്ന സമയമാണ്. അപ്പോൾ വീഡിയോ ഒന്നും ഇല്ലാതെ നമ്മൾ എടുത്ത് വെച്ചതൊന്നും ആ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് എഡിറ്റിങ്ങും അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഫ്രീ ആണ്. അപ്പോൾ പിന്നെ നമ്മൾ വന്ന പാടന്നെ വേഗം കിച്ചണിൽ വന്ന് കൈയൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. ഫ്രൂട്ട്സ് പറഞ്ഞാൽ ഈ ബത്തക്കന്നെ ഉള്ളൂ. ബത്തക്ക വെച്ചിട്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത്. ഇതിങ്ങനെ കഴിച്ചാൽ മതി, പക്ഷേ എന്താ പറയുക, ഇത് തണുപ്പില്ല കേട്ടോ. തണുപ്പില്ലെങ്കിൽ ആർക്കും അങ്ങനെ കഴിക്കണത് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചത്. നല്ല തണുത്ത പാലുണ്ട് ഇനി ഫ്രിഡ്ജിൽ, അതേപോലെ ഐസ് ക്യൂബും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഞാൻ സ്റ്റോക്ക് റൂമിലേക്കൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അപ്പം തന്നെ ചോറൊക്കെ കുറച്ച് ഉണ്ടാക്കി വെക്കും. ഇന്നിപ്പോൾ അതൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ രാത്രി വൈകുന്നേരമുള്ളൊരു കുക്കിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റോക്ക് റൂമിലേക്ക് ഒന്നും കൂടെ പോകാനും ഉണ്ട്. ഒരു ചേച്ചിക്ക് കുറച്ച് സോപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോൾ അതിനെന്തായാലും നമുക്ക് പോകണം. അപ്പോൾ ആ പോണ സമയത്ത് തുണികൾ അലക്കാനുള്ളത് കൈ പിടിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് പുഴയ്ക്കും പോകണമെന്ന് പറഞ്ഞിനി. അപ്പോൾ അങ്ങനെ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വെയിലൊക്കെ ആറിയതിന് ശേഷം അങ്ങനെ പോകണം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ജ്യൂസ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇതാ ബത്തക്കൊക്കെ കട്ട് ചെയ്തെടുത്തിന് ഞാൻ. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി അതൊക്കെ നമ്മളെ മിക്സിൻ്റെ ജാർക്ക് ഇട്ടിരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പാലും അയക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താണ്ട് നമുക്കിത് അടിച്ചെടുക്കാം. എനിക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കുന്ന സമയത്ത് തണുപ്പില്ലെങ്കിൽ അത് കുടിച്ചാൽ പോകില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ലഹരിയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് മാറാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ വേണ്ടിട്ടോ. എനിക്കിപ്പോൾ ഇതിൻ്റെ മുന്നേക്കെ ആയിട്ട് നല്ല കഫക്കെട്ടല്ലേ, ഇപ്പോഴും ഉണ്ട് അതേപോലെ തന്നെ കഫക്കെട്ട്. പക്ഷേ തണുത്തത് കണ്ടാൽ ഞാൻ അപ്പോൾ കുടിക്കും. പിന്നെ അതുകൊണ്ട് വരുന്ന ഭവിഷ്യത്തും കാര്യങ്ങളൊക്കെ പിന്നെ ഓർക്കുള്ളൂ, അപ്പോൾ ഓർക്കൂല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി കുടിക്കും തണുപ്പ് ഇട്ടാണ്ട്. പിന്നെ വിചാരിക്കും വേണ്ടില്ല ഇനി. ഇതിപ്പോൾ ചെറിയ തണുപ്പുള്ളൂ കേട്ടോ, കാരണം ബത്തൊക്കെ തണുപ്പില്ലാത്തതുകൊണ്ടാവും ചെറിയ തണുപ്പുള്ളൂ. അങ്ങനെ ദാഹമൊക്കെ മാറി. ജ്യൂസൊക്കെ മക്കൾക്കും എനിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. നല്ല ജ്യൂസാണ് കേട്ടോ. നമ്മൾ പാലൊക്കെ ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഞങ്ങൾ പുഴയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് റൂമിൻ്റെ അടുത്താണ് പുഴ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മക്കൾക്ക് പുഴയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ എന്തായാലും രാവിലെ ഒന്ന് തുണി അലക്കലൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ബക്കറ്റിൽ ഞാൻ എടുത്താണ്. അപ്പോൾ ഒരു വെള്ളത്തിൽ ചാടുന്ന സമയത്ത് എനിക്ക് അലക്കാലോ. പിന്നെ ഇപ്പം പുഴയ്ക്ക് പോരുന്ന എന്താ വെച്ചാൽ അധികം വെള്ളമൊന്നുമില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, നല്ല വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പോരലൊന്നുമില്ല.
എനിക്ക് പേടിയാണ്, എനിക്ക് തന്നെ നീന്താൻ അറിയില്ല കേട്ടോ. പിന്നെ അഥവാ മക്കളെയും കൊണ്ട് പോകുന്ന എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു പേടിയാണ്. പിന്നെ ആദ്യമൊക്കെ നമ്മൾ പിന്നെ തറവാട്ടിലായി നിന്നൊക്കെ പുഴയിൽ തന്നെയാണ് കേട്ടോ അലക്കലും കുളിക്കലും ഒക്കെ. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആണ സമയത്ത് വീട്ടിൽ നിന്ന് പോരും പെലച്ചക്ക് കേട്ടോ. പെലച്ചക്കല്ല, സുബഹ് കൊടുക്കൂലേ, ബാങ്ക് കേട്ടിട്ടൊക്കെ ആവും ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക, അങ്ങനെ കേട്ടോ. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ അലക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തും. ഉമ്മ ഉണ്ടാവും കേട്ടോ, അപ്പോൾ നമ്മൾ ഒറ്റക്കൊന്നും ആവില്ല, ഞാനും ഇളച്ചിയും ഉമ്മയൊക്കെ ഉണ്ടാവും. ഇപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ പോരലൊന്നുമില്ല കേട്ടോ, കുറേ ആയില്ലേ ഇപ്പോൾ. അപ്പോൾ കുട്ടികളിങ്ങനെ ഇഷ്ടമൊക്കെ പറയുന്ന സമയത്ത് പോരും. ഇപ്പം ബാവുക്കാക്ക് പോണിൻ്റെ 2 മാസം മുന്നേ പോകുന്നതാണ് പുഴയ്ക്ക്. മക്കൾക്ക് അങ്ങനെ പുഴയ്ക്ക് പോരണം പറഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. പുഴയിൽ വന്ന് ഇതേപോലെ അലക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസവും നമുക്ക് പോരാൻ തോന്നും. കാരണം അത്രയും വൃത്തിയായി കിട്ടും തുണികളൊക്കെ. നമ്മൾ വീട്ടിൽ നിന്ന് അലക്കണ പോലെ, വീട്ടിൽ നിന്ന് അലക്കുമ്പോൾ വൃത്തിയില്ല എന്നല്ല കേട്ടോ, പക്ഷെ പുഴയിൽ നിന്ന് അലക്കുമ്പോൾ അത് വേറൊരു വൃത്തിയാണല്ലോ. പിന്നെ എന്താ പറയുക, അങ്ങനെ നല്ലോണം ഒലുമ്പി എടുക്കാനൊക്കെ പറ്റും. ഈ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് അലക്കണ കാട്ടിലും എത്രയോ സുഖം അല്ലേ ഇങ്ങനെ വന്ന് അലക്കിയൊക്കെ പോകുമ്പോൾ. പക്ഷെ വണ്ടിയൊക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ തുണികളെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാവും. അലക്കി കഴിഞ്ഞാൽ പിന്നെ നനഞ്ഞ കുറച്ച് കനം കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും മക്കൾ നല്ല വെള്ളത്തിൽ ചാട്ടത്തിലാണ്. അപ്പോൾ ഞാൻ വേഗം തുണികൾ അലക്കാൻ നിന്ന്. അപ്പോൾ മഞ്ജുമോൾ കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങനെ വീഡിയോ എടുത്താട്ടോ. പിന്നെ ഓളും വെള്ളത്തിൽ ഇറങ്ങിപ്പോയി. പിന്നെ ഇതൊക്കെ ഇപ്പോൾ എന്തിനാ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങളല്ലേ. അപ്പോൾ പുഴയൊന്നും അടുത്തില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ കാണുമ്പോൾ ഒരു ഇഷ്ടേകാരം ചിലർക്കൊക്കെ. എനിക്കിഷ്ടം കേട്ടോ അങ്ങനെ. ഞാൻ ഇന്നലെ ലൈലാത്താൻ്റെ വീഡിയോയിൽ കണ്ടും ചെയ്തിട്ടോ, ലൈലാത്ത കുളത്തിൽ പിന്നെ തുണികൾ അലക്കാൻ പോയത്. അപ്പോൾ ഉണ്ട് എൻ്റെ മനസ്സിൽ എനിക്കും പുഴയ്ക്ക് പോകണം എന്നുള്ളത്. പിന്നെ കുട്ടികളിങ്ങനെ പറയും കൂടെ ചെയ്തപ്പോൾ അങ്ങനെ പോകുന്നതാട്ടോ ഞാൻ. അങ്ങനെ തുണികൾ അലക്കലൊക്കെ കഴിഞ്ഞ് ഒലിമ്പിയൊക്കെ ബക്കറ്റിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി കുട്ടികളെ ഒച്ചിട്ടിട്ടേ കയറ്റാൻ പറ്റുള്ളൂ, അല്ലാതെ സോപ്പിട്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഇനി ദേഷ്യപ്പെട്ടാണ്ട് വേണം കയറ്റണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഒച്ചിട്ട് ഓരൊക്കെ കയറ്റിട്ടോ. കുളിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഒരു 5:30 കഴിക്കണം കേട്ടോ ഇപ്പോൾ സമയം. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് വീട്ടിലെത്തണം. പോകുമ്പോൾ സ്റ്റോക്ക് റൂമിലൊന്ന് കയറും വേണം. അങ്ങനെ കുട്ടികളെ കാട്ടിത്തൊലിച്ചേതായാലും പോന്നു കേട്ടോ അവിടെ നിന്ന്. പിന്നെ നമ്മളെ സ്റ്റോക്ക് റൂമിൽ വന്ന് ഞാൻ പറഞ്ഞല്ലോ സോപ്പ് എടുക്കാണ്ട് വിടുന്നു എന്നുള്ളത്. ഈ ഒരു സോപ്പ് ഒറിജിൻ സോപ്പ് നട്ടതിന് പേര്. ഈ ഒരു ചൊറിച്ചിൽ, അതേപോലെ തന്നെ നമ്മളെ കക്ഷത്തിൻ്റെ അവിടെയുള്ള കറുപ്പ്, അങ്ങനെയുള്ളതൊക്കെ പോവാൻ നല്ലതാട്ടോ. കഴുത്തിൻ്റെ ഭാഗത്തുള്ള കറുപ്പ്, പിന്നെ അതേപോലെ മുഖക്കുരു, അതൊക്കെ പോവാൻ നല്ലതാണ് കേട്ടോ ഈ ഒരു സോപ്പ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും ഒരുപാട് ഓർഡർ കിട്ടിയിരിക്കണം കേട്ടോ ഈ ഒരു ഒറിജിൻ സോപ്പിന്. ഇത് ഉപയോഗിച്ച ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ 800 സോപ്പേറ്റ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു HSOക്ക് തന്നെ 200 സോപ്പ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഓരോരുത്തർ 50 എണ്ണം 100 എണ്ണം ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഒരു സോപ്പ്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, പക്ഷേ ഉപയോഗിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് കാണിക്കണ്ട കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ചേച്ചി ചോദിച്ചതാണ് എന്നോട് 10 എണ്ണം. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ റൂം തുറന്നത്. ഇത് ഈ ഉരുക്കിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെന്ത വെളിച്ചെണ്ണ ഒക്കെ പറയില്ല നമ്മൾ, അങ്ങനത്തെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സോപ്പാണ് കേട്ടോ. ബേബി സോപ്പൊക്കെ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മുഖക്കുരിയൊക്കെ നല്ലോണം ഉള്ള ആൾക്കാർക്ക് ഇത് തേച്ച് കഴിഞ്ഞാൽ മുഖക്കുരിയൊക്കെ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സോപ്പൊക്കെ എടുത്ത് കവറിലാക്കി പിന്നെ നമ്മൾ റൂമൊക്കെ അടച്ച് പിന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം രാത്രിക്കൊക്കെ കഴിക്കാനുള്ളത് ഉണ്ടാക്കാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോന്നപ്പോൾ തന്നെ മക്കൾ പറഞ്ഞു കേട്ടോ കഞ്ഞി ഉണ്ടാക്കി മതി മെച്ചിയെന്ന്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ബാങ്കൊക്കെ കൊടുത്തിനി. പിന്നെ ഞാനും തന്നെ മേലെയൊക്കെ കഴുകി പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും കിച്ചണിക്ക് ഇറങ്ങി പോന്നിട്ടുണ്ട്. ഇവിടെ ശബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞാൽ അപ്പോൾ ഫുഡ് കഴിക്കൂട്ടാ ഞങ്ങൾ. ഞാനും മക്കളും ഒറ്റയ്ക്ക് ആകുമ്പോൾ അങ്ങനെയാണ്. പിന്നെ ഉപ്പച്ചൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ നമ്മൾ 9 മണി 9:30 ആവും കഴിക്കാൻ. അപ്പോൾ മക്കളിപ്പോൾ പഠിപ്പും വായനയൊക്കെ കഴിഞ്ഞ് വരും വെച്ചേ വിശക്കുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം കഞ്ഞി ഉണ്ടാക്കി. കഞ്ഞിക്ക് പറഞ്ഞല്ലോ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തു, അതേപോലെ തന്നെ കല്ലുപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തു. 1-ാം പാലാട്ടോ ചേർത്തത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞി കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു കഞ്ഞി. ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ ഇതാ കഞ്ഞിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തേങ്ങാപ്പാലൊക്കെ പറഞ്ഞു കൊടുത്തല്ലോ. ഇനി നല്ലോണം തിളക്കൊന്നും വേണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചെറുപയർ വേവിച്ചിനി കുറച്ച്. അതങ്ങനെ തൂമിച്ചെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതിക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇല അകത്തില്ല, ഇനിയിപ്പോൾ രാത്രിയായില്ലേ പുറത്ത് പോയി എടുത്തുകൊണ്ടിരാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ കറിവേപ്പിൻ്റെ ഇല ഒന്നും ഇട്ട് കൊടുത്തില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചെറുപയർ ഇതുപോലെ നല്ലോണം വെന്ത് ഉടയാണ് കേട്ടോ. അതേപോലെ കുറച്ച് ഗ്രേവി ആയിട്ട് വേണം. അങ്ങനെയാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ ആക്കിയത് ഞാൻ.
പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ മാത്രം സ്പെഷ്യലാട്ടോ, കാന്താരി മുളകും ഉപ്പും. അങ്ങനെ നമ്മളെ ഹെൽത്തി കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തേക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ചെറിയ ഉള്ളി എന്തായാലും അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ ഉള്ളി വേവരുത്. ഇതേപോലെ ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തില്ല, അതേപോലെ ലാസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ചെറിയ ഉള്ളി ഇങ്ങനെ കടിക്കണം നമ്മൾ കഞ്ഞി കുടിക്കുന്ന സമയത്ത്. അപ്പോഴാട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ കഞ്ഞിൻ്റെ ഒരു സൈഡിലേക്ക് ഞാൻ കുറച്ച് ചെറുപയർ ഇട്ട് കൊടുത്തിക്കണ്. ഇനി ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് ചമ്മന്തി ഇട്ട് കൊടുക്കുക. പിന്നെ കാന്താരി മുളകും ചമ്മന്തിയും അതേപോലെ തന്നെ ചെറുപയറും ഒക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാട്ടോ. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട്. ഈ കാന്താരി മുളക് ചെറുതാണെങ്കിലും നല്ല എരിവാട്ടോ ഇതിന്. അപ്പോൾ ഇതിങ്ങനെ കഞ്ഞിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് കടിക്കണ കണ്ട് നമ്മളെ ഐഫക്കുട്ടി വെറുതെ കാട്ടാണ് കേട്ടോ. ഓള് മുളക് കടിക്കണമൊന്നുമില്ല, മുളക് എടുത്തിട്ട് ഇങ്ങനെ വായിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് കടിക്കണ പോലെ കാണിച്ച് ഓരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഉമ്മച്ചി കടിക്കണ പോലെ ഞാനും കടിക്കുന്നുണ്ട്. എവിടെ ഓള് കടിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.